ഒരു ടിപ്പിക്കൽ മാധ്യമ റിപ്പോർട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ വിദേശികൾ എപ്പോഴും ടൂറിസ്റ്റ്. Yeah, 7:50. 7:50. So, how is the feeling of a bus strike? I hope you are facing it first in your life. Came here to experience God's own country, but you have to face mosquito bite and wait in this bus stand. So, ആവശ്യമായ ഒരു പ്രതികരണം അവരിൽ നിന്ന് ലഭിക്കാത്തപ്പോൾ മോസ്കിറ്റോയിലേക്ക് പോയി എന്ന് മാത്രമാണ് അതിനെ കാണേണ്ടത്. അവർ പറയുന്നത് യൂറോപ്പിലൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ എങ്കിലും നമുക്കിങ്ങനെയുള്ള സമരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് എന്ന് പറയുന്നു. ട്രെയിനും പൊതുവാഹനങ്ങളും മാത്രമല്ല വിമാനങ്ങൾ പോലും തടയപ്പെടാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിലൊന്നും ഈ തൊഴിലാളി യൂണിയനുകളില്ല എന്നും തൊഴിൽ സമരങ്ങളില്ല എന്നുമാണ് നമ്മളുടെ ഒരു അവബോധമെന്നാണ് ഈ ആങ്കറുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു നിലപാട് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. അമേരിക്കയിൽ പോലും തൊഴിലാളികൾ കൂലിക്ക് വേണ്ടി പണിമുടക്കേണ്ടുന്ന സ്ഥിതിവിശേഷം വരുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അമേരിക്കയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു തൊഴിൽ സമരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പൊതുപണിമുടക്കിൽ നമ്മൾ ഇന്തോ അമേരിക്കൻ ട്രേഡ് കരാറും വിഷയമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടും ഈ സമരത്തിൽ. അതാണ് അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ നിലപാട് രൂപപ്പെട്ടു വരുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഒത്തുകൂടിയതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആളുകൾ ഒത്തുകൂടിയതായി വലിയ തോതിൽ സമ്മേളിച്ചതായി കാണാം ഈ ദൃശ്യങ്ങളിൽ. ട്രെയിനുകൾ തടയുന്നു എന്നുള്ള പ്രശ്നം.